അവർ കാണാൻ സമ്മതിക്കുന്നില്ല എന്നെ. അവളുടെ ബ്രദറാണ് എന്നോട് സംസാരിക്കുന്നത്. ഇല്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഉമ്മ, എനിക്കിനി അവളെ കാണാൻ പറ്റൂലേ? അവർക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ. അവളെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്കൊരു വഴിയും കാണുന്നില്ല. അമ്മ, ഞാൻ ക്ലീൻ ആക്കട്ടെ? വേണ്ട, ശാന്ത വരും. എന്നാ ഞാൻ കുക്ക് ചെയ്യാം. നിനക്ക് കുക്ക് ചെയ്യാൻ അറിയോ? എന്നാ ഞാനിതൊക്കെ കട്ട് ചെയ്യാം. ആമി, ആമി, ആമി. ഓക്കെ ആണോ? നീയാണോ ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ? ഇവര് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വിടൂല. ആമി, ഇത് നിന്റെ ലോകമാണ്. ഞങ്ങളൊക്കെ വെറും സൈഡ് ക്യാരക്ടേഴ്സ്. ഇവിടെ നിനക്ക് എന്താണ് വേണ്ടത് അതേ നടക്കൂ. നിനക്ക് എന്നാണോ വേണോ? എൻ്റെ കൂടെ ജീവിക്കണോ? ഇവര് സമ്മതിക്കോ? അവരോടൊക്കെ പോകാൻ പറ. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മോൾ ടെൻഷൻ ആവാണ്ടിരിക്കട്ടോ. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കുറച്ച് ടൈം എടുക്കും, അപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ വരും. ഓക്കെ. ഒരു കുറവും വരുത്താണ്ട നിന്നെ വാപ്പ നിന്നെ വളർത്തിയത്. ആ വാപ്പയെ ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ നിനക്ക്? ആ വീട്ടിലേക്കാണോ നിനക്ക് തിരിച്ചു പോകേണ്ടത്? ആ വീടുമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട മോളെ. ഇത്രയും ആളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോയാ നാട്ടുകാർ ചിരിക്കൂലേ? അപ്പൊ അതാണ് കാര്യം. നാട്ടുകാർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ ഞാൻ ഹാപ്പിയാണോ, എനിക്കെന്താ വേണ്ടെന്ന് ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മാത്രം ഇഷ്ടത്തിനാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അമ്മ. അവനുണ്ടല്ലോ, അവന് വേറൊരു ചിന്തയില്ല. എന്നെ എങ്ങനെ ഹാപ്പി ആക്കണം, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ഈ ഒരു ചിന്ത മാത്രമുള്ള അവന്. അവൻ വന്ന് വിളിച്ചാ ഞാൻ പോവും. നീ പോയിക്കോ. പിന്നെ പിന്നെ നിനക്ക് ഈ ഉമ്മയും ഉപ്പയും ഇല്ല. ഞങ്ങൾ മരിച്ചാൽ പോലും നീ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഞങ്ങളെ മാത്രല്ല, നീ എടുത്തു വളർത്തിയ നിന്റെ ഇക്കാക്കാന്റെ മോള്, അവളെയും നീ ഇനി കാണില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഇനി അവളെയോ ഞങ്ങളെയോ കാണാൻ പറ്റില്ല.